ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലപ്പോൾ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവിടെ പ്രസവിച്ചിട്ട് പോകുന്നു, ആ 2 കിലോ അരി ഇടിച്ചു കൊടുത്തു. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇത് ഇങ്ങനെ പ്രഷർ കയറ്റി വെച്ച് എന്തോ മാരക രോഗമാണെങ്കിൽ പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് ഞാനിങ്ങനെ അഖിൽമാരുടെ ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അഖിൽമാരോട് പറയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു അഖിൽമാരോട് 10 പേറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അഖിൽമാർ ഇത്രയും ഇന്റർവ്യൂ കൊടുക്കുന്നതിന് മുമ്പ് സ്വന്തം ഭാര്യനെ മുന്നിൽ എത്തിച്ചിട്ട് ചോദിക്കണം പ്രസവം സുഖകരമായിരുന്നു എന്ന്. എന്തായാലും പ്രസവിച്ച സ്ത്രീ ആണെങ്കിൽ പറയില്ല അത്ര സുഖമുള്ള കാര്യമല്ല ഈ പ്രസവം എന്നുള്ളത്. എന്തായാലും ഞാനും ഒരു അമ്മയാണ്. അപ്പോൾ ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ പറയുമ്പോൾ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ അഖിൽമാരോട് പറയുന്നത് പണ്ടത്തെ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. അതായത് നെല്ല് ഊത്തിക്കൊണ്ടിരുന്നപ്പോൾ സ്ത്രീകൾ വന്ന് പ്രസവിച്ചുകൊണ്ടിരുന്ന കാലം, അതുപോലെ തന്നെ പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഗർഭിണിയായ സ്ത്രീകൾ വന്ന് പ്രസവിച്ചുകൊണ്ടിരുന്ന കാലം, പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡിൽ പോയിട്ട് വീണ്ടും നെല്ല് ഊത്തുന്നു. അത്തരം എക്സാമ്പിളൊക്കെ പറയുന്നു. ഇതൊക്കെ അഖിൽമാരുടെ മുത്തശ്ശിമാർ പറഞ്ഞ് കേട്ട അറിവായിരിക്കും. നമുക്കും ഇതുപോലെ തന്നെ കേട്ട അറിവുണ്ട്. സിനിമയിലൊക്കെ കോമഡി ആയിട്ടൊക്കെ പല സിനിമയിലും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കേട്ടറിവേ ഉള്ളൂ. കാരണം നമ്മൾ മുന്നിൽ കണ്ടിട്ടൊന്നുമില്ല. ഇനിയിപ്പോ കണ്ടവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് വലിയൊരു കോംപ്ലിക്കേഷനിലൂടെയാണ് ആ കാലഘട്ടം കടന്നുപോയതും കൂടി അഖിൽമാരൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കാരണം 50-50 ചാൻസസ് ആയിരുന്നു. ഒരുപാട് മരണങ്ങൾ സംഭവിച്ചതാണ്. അതായത് ഇപ്പൊ നമ്മൾ അമ്മമാരോട് തന്നെ ചോദിച്ചാൽ മതി, 7-8 പ്രസവിച്ച അമ്മമാരെ നമ്മളുടെ മുന്നിലുണ്ട്. അതിൽ തന്നെ 1-2 കുട്ടികൾ മരിച്ചു പോയിട്ടുണ്ടാവും. കാരണം 50-50 ചാൻസസ് ആയിരുന്നു. കാരണം അവരുടെ ജീവന ആപത്തായിരുന്നു, കുട്ടികളുടെ ജീവന ആപത്തായിരുന്നു. കാരണം അവർക്ക് അത്രയും ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നുള്ളൂ. സ്ത്രീകൾ വന്നിട്ടായിരുന്നു പ്രസവമൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അത്തരം കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര ക്രൂവൽ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. സ്ത്രീകളുടെ ഗതികേടാണത്. സ്ത്രീകൾ അന്ന് അനുഭവിച്ച് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ അഖിൽമാരാർക്ക്. എന്തായാലും അത്തരം ഗതികേടിലൂടെയാണ് സ്ത്രീകൾ പോയത്. അങ്ങനെയാണല്ലോ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് സ്ത്രീകൾ വന്നത്. ഇത്തരം പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അഖിൽമാരുടെ ഗ്രാഫും കൂടി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കാരണം ആ ഇയറിലൊക്കെ 50-50 ചാൻസസ് ആയിരുന്നു. അതായത് ഡെത്ത് റേറ്റ് കൂടുതലായിരുന്നു കുട്ടികളുടെ. ഇപ്പോഴത്തെ ആ ഡെത്ത് റേറ്റ് കുറഞ്ഞു. അപ്പൊ അത്രയും ഫെസിലിറ്റീസ് നമുക്ക് ഉണ്ടായി. ഹോസ്പിറ്റലിൽ അത്രയും ഫെസിലിറ്റീസ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പിന്നെ അഖിൽമാരോട് പറയുന്നത് പ്രസവിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല. അന്നത്തെ കാലത്ത് ഇന്ന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം കൂടി പറയുന്നത് അത് ശരിയായിരിക്കാം. കാരണം ആ സമയത്ത് സ്ത്രീകൾ കഴിച്ചിരുന്ന ഭക്ഷണ രീതികൾ, അന്നത്തെ സ്ത്രീകൾ നന്നായിട്ട് പണി ചെയ്ത സ്ത്രീകളാണ്. അപ്പോൾ അവരുടെ ബോഡി അതിൻ്റെതായ ഒരു എന്താ പറയുക സ്ട്രെങ്ത് ആയിട്ടുള്ള ബോഡി ആയിരുന്നിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരിക്കാം. ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ മാറി. നമ്മൾ ഫാസ്റ്റ് ഫുഡ്, നമ്മളുടെ ലൈഫ് സ്റ്റൈല്, നമ്മളുടെ ജീവിത രീതികളൊക്കെ മാറി. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസും ഒരുപാട് അസുഖങ്ങളും ഒക്കെ ഇപ്പോഴത്തെ കാലത്ത് ഉണ്ട്. പ്രസവ മാസം എന്ന് പറയുന്നത് അത്രയും നമ്മൾ കെയർ കൊടുക്കുന്ന ഒരു മാസം തന്നെയാണ്. ആദ്യത്തെ മാസം മുതൽ 10 മാസം എന്ന് പറയുന്നില്ല, 9 മാസം, ഇപ്പൊ 8-9 മാസം ഒക്കെയാണ് പറയുന്നത്. അതായത് പ്രസവിച്ച എനിക്കറിയാം എങ്ങനെയായിരുന്നു ആദ്യത്തെ മാസം മുതൽ 8 മാസം വരെ എങ്ങനെയായിരുന്നു നമ്മളുടെ ഒരു എന്താ പറയുക ഹോർമോൺ ചേഞ്ചസ്, നമുക്കുണ്ടായ വേദനകൾ, നമുക്കുണ്ടായ മൂഡ് സ്വിങ്സ്. അതൊന്നും അഖിൽമാരാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു സ്ത്രീ എങ്ങനെ ഇത് അനുഭവിക്കാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അത് അനുഭവിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അഖിൽമാരാര് ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. എന്തായാലും അഖിൽമാരാർക്ക് ഇതിന് വേണ്ട പ്രതികരണങ്ങളൊക്കെ ട്രോളായിട്ടും നെഗറ്റീവ് റിയാക്ഷൻസും ഇവിടെ ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് സ്ത്രീകൾ അനുഭവിച്ച വേദനകളൊന്നും മനസ്സിലാക്കണം. എനിക്ക് പറയാനുള്ളത് അതത്ര സുഖകരമല്ല. അഖിൽമാർ എന്താ പറയണ്ട ഭയങ്കര എന്താ പറയണ്ട സിമ്പിളായിട്ടാണ് ഇത് പറഞ്ഞു പോകുന്നത്. അത്ര സിമ്പിളായിട്ട് പറയരുത് ഒരിക്കലും. എന്തായാലും അഖിൽമാരെ ഇനിയെങ്കിലും പ്രതികരിക്കും. ഞാൻ ആലോചിക്കുന്ന അതല്ല. എന്തായാലും അഖിൽമാരെ ഇങ്ങനെയൊരു പൊട്ടത്തരം പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം. ഒന്നുമില്ലെങ്കിലും
എന്താ ഒരു സ്ഥാനാർത്ഥിയാണ്, ഈ വർഷം മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. ഇത്തരം സ്ഥാനാർത്ഥികളെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് സമൂഹത്തിലേക്ക് വിടുന്നത്, നമ്മൾ ജനപ്രതിനിധിയായിട്ട് വരേണ്ടത്. അതൊരു പരിതാപകരമായ ഒരു കാര്യമാണ്. ഇനിയെങ്കിലും ഇത്തരം പൊട്ടത്തരങ്ങൾ പറയാതിരിക്കൂ പ്ലീസ്.